ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ LBSൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ക്യാൻ രജിസ്റ്റർ ദെയർ കോഴ്സ് കോളേജ് ഓപ്ഷൻസ് ടിൽ 30/7/2025. അപ്പോൾ 30-ാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നഴ്സിംഗ് ഓപ്ഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും കോളേജസ് അപ്രൂവൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൂടി കോളേജ് ലിസ്റ്റിൽ ആഡ് ആകുന്നതായിരിക്കും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപേക്ഷാർത്ഥികൾക്ക് കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. പുതുതായി അംഗീകാരം ലഭിക്കുന്ന കോളേജുകൾ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് കോളേജ് ലിസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും. അപേക്ഷാർത്ഥികൾ റിപ്പോർട്ട് ചെയ്ത തിരുത്തലുകൾ അപ്ഡേറ്റ് ചെയ്ത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓൾറെഡി നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഒബ്ജക്ഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് കൊടുത്ത് എല്ലാവരും എറേഴ്സ് LBSനെ അറിയിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ LBS അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേഷൻസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ട്രയൽ അലോട്ട്മെന്റ് ഓഗസ്റ്റ് 1-ാം തീയതി വരുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് 30-ാം തീയതിക്ക് അകം തന്നെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ വരികയുള്ളൂ. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാത്തവരെ പരിഗണിക്കുകയില്ല എന്നും LBSന്റെ സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. മെഡിക്കൽ ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. 2025 ജൂലൈ 3, 4, 5 തീയതികളിൽ നടത്തിയ മെഡിക്കൽ ബോർഡിൽ ഹാജരാകാൻ സാധിക്കാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അപേക്ഷാർത്ഥികൾക്ക് 29/7/2025 തിരുവനന്തപുരം DME ഓഫീസിൽ വെച്ച് മെഡിക്കൽ ബോർഡ് നടത്തുന്നതാണ്. നേരത്തെ ഹാജരാകാൻ സാധിക്കാത്ത അപേക്ഷാർത്ഥികൾ ഇമെയിൽ വഴിയും പോസ്റ്റ് വഴിയും അയച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള രേഖകൾ സഹിതം അന്നേ ദിവസം രാവിലെ 9-ന് DME ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. നമുക്കിപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് BSc നഴ്സിംഗിന് മാത്രമാണ്. പാരാമെഡിക്കൽ വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഓഗസ്റ്റ് 1-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മെയിൻ റാങ്ക് ലിസ്റ്റ് ഉടനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലിസ്റ്റുകളാണ് വന്നിട്ടുള്ളത്, കോളേജ് ലിസ്റ്റ്. നഴ്സിംഗിന് താല്പര്യമുള്ള കുട്ടികൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഇനി മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ചെയ്താലും മതിയാകും. നമുക്ക് 30-ാം തീയതി വരെ ടൈം ഉണ്ട്. ഓഗസ്റ്റ് 1-ന് ട്രയൽ അലോട്ട്മെന്റ് വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മെയിൻ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. LBSന്റെ വഴി ഇത്രയും കോളേജ് ലിസ്റ്റ് ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ട പ്രയോറിറ്റി കോളേജസ് നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് വെക്കുക. മാർക്ക് കുറഞ്ഞ കുട്ടികൾ മാക്സിമം കോളേജസ് വെക്കാനും ശ്രദ്ധിക്കുക. അതോടൊപ്പം LBSന്റെ ഈ ഷെഡ്യൂളിൽ എന്തെങ്കിലും മാറ്റം വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ചാനലിലൂടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.